ഹായ് നമസ്കാരം. എൻ്റെ പേര് പ്രവീൺ. ഞാൻ എറണാകുളം തൃപ്പൂണിത്തുറ മരട് സ്വദേശിയാണ്. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് കൊച്ചിയുടെ ഒരു ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണ്. കാരണം ഇന്ന് അനുഭവിക്കുന്ന ട്രാഫിക് കാര്യങ്ങളെയൊക്കെ കുറിച്ചും ഒന്ന് മാറി ചിന്തിച്ചാൽ ശരിയാവുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് ഞാൻ ജസ്റ്റ് നിങ്ങളോട് സംസാരിക്കുകയാണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഡിസ്കസ് ചെയ്യാം, പ്രാവർത്തികമാക്കാം. ഇപ്പോൾ കോതമംഗലം ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ പെരുമ്പാവൂർ ഭാഗത്ത് നിന്നൊക്കെ കോതമംഗലത്ത് നിന്നൊക്കെ ഒരാൾ ജോലിക്ക് എറണാകുളത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ അവരൊരു 5 മണിക്കെങ്കിലും എണീറ്റ് ബസ് സ്റ്റാൻഡിൽ വന്ന് അവിടെ നിന്ന് ബസ്സൊക്കെ പിടിച്ച് ബ്ലോക്കിൽ പെട്ട് ഇവിടെ കൊച്ചിയിലേക്ക് എത്തുമ്പോൾ ഏകദേശം 9 മണിക്ക് ഇവിടെ എത്തണം എന്നുണ്ടെങ്കിൽ 5 മണിക്ക് എണീക്കണം, 6 മണിക്ക് ബസ്സിൽ കയറിയപ്പോൾ. അപ്പോൾ ഇതുപോലെ അത് ഏറ്റവും കൂടുതൽ ട്രാഫിക്കുള്ള വഴിയാണ്. ഇതേ സെയിം തൊടുപുഴയിൽ നിന്ന് ഒരാൾ വരുന്നുണ്ടെങ്കിൽ അങ്ങനെ കൊച്ചിയുടെ ഔട്ടർ, അതായത് അടുത്ത ജില്ലയായിട്ട് കണക്റ്റായി നിൽക്കുന്ന ഭാഗത്തു നിന്നൊക്കെ ആൾക്കാർക്ക് വരണം എന്നുണ്ടെങ്കിൽ മിനിമം 3 hours 4 hours ജേണി വരുന്നുണ്ട്. അത് കാറിനാണെങ്കിൽ അത്രയും ബുദ്ധിമുട്ടുണ്ട്, എന്നാൽ ട്രാഫിക് ഉണ്ട്, പിന്നെ ആക്സിഡൻസ് ഏറ്റവും കൂടുതൽ നടക്കുന്ന ഏരിയകളുമാണ് ഇതെല്ലാം, ആ റൂട്ടുകളെല്ലാം. അപ്പോൾ അതിൽ നിന്ന് ജസ്റ്റ് സൊല്യൂഷനായിട്ട് ഞാൻ പറയുകയാണ്. ഇപ്പോൾ ഗുരുവായൂർ റൂട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുവാണെങ്കിലും ഏകദേശം സെയിം ആണ്. കൊടുങ്ങല്ലൂർ ഭാഗത്ത് നിന്ന് വരുന്ന ബസ്സൊക്കെ ഭയങ്കര തിരക്കാണ്, ട്രാഫിക്കാണ്, ആ ഭാഗത്തൊക്കെ നല്ല തിരക്കാണ്. നമുക്ക് സബർബൻ ട്രെയിനിൻ്റെ ആവശ്യമുണ്ട്. സബർബൻ ട്രെയിൻ കാരണം ഇന്ന് ആലുവ വരെ ട്രാക്കുണ്ട്. ആലുവയിൽ നിന്ന് കോതമംഗലത്തേക്ക് ട്രാക്ക് വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇടവേളയിൽ ഒരു അരമണിക്കൂർ ഇടവിട്ടിട്ട് സബർബൻ ട്രെയിൻ ഓടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഒരാൾക്ക് കൃത്യമായിട്ട് ഇത്ര മണിക്കൂറുണ്ട്, 3/4 മണിക്കൂറുണ്ട് അയാൾക്ക് കോതമംഗലത്തിൽ നിന്ന് എറണാകുളം എത്താൻ പറ്റും. അപ്പോൾ ഓരോ സ്റ്റേഷനും ഡെവലപ്പാവും. ഒരു 3/4 മണിക്കൂറാണ് എറണാകുളത്ത് നിന്ന് ഷോർട്ട് ഡിസ്റ്റൻസ് കോതമംഗലത്തേക്ക് ഉള്ളതെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഉൾപ്പെടെ നല്ല വെള്ളവും നല്ല ഗ്രാമവും നല്ല അറ്റ്മോസ്ഫിയറും നോക്കിയിട്ട് നമ്മൾ അങ്ങോട്ട് പോയി താമസിക്കും. ആൾക്കാർ സിറ്റിയുടെ ഉള്ളിൽ നിന്നും പതിയെ വിട്ടുമാറി ആ കഞ്ചഷൻ മാറി കിട്ടും. ആൾക്കാർ നേരെ ഡിസ്റ്റൻസിൽ താമസിക്കാൻ ശ്രമിക്കുക. കാരണം വെച്ചാൽ 45 minutes അത്രേ ഉള്ളൂ. അതേപോലെ ഈ സബർബൻ ട്രെയിനിൻ്റെ ആവശ്യം ഇപ്പോൾ ഇന്ന് ചെന്നൈ ആയാലും മുംബൈ ആയാലും എല്ലാ സ്ഥലവും ഡെവലപ്പ് ആകണ ഈ സിറ്റിയുടെ ഔട്ടർ ഡെവലപ്പായിട്ടാണ്. സിറ്റിയുടെ ഔട്ടറിലേക്ക് ഇവിടെ നിന്ന് സബർബൻ ട്രെയിൻ വളരെ അത്യാവശ്യമാണ്. നമുക്കിവിടെ ഒരു ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ കിടക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ ഹൈക്കോടതിൻ്റെ പരിസരത്ത്. അതൊന്ന് ഡെവലപ്പാക്കി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. ജസ്റ്റ് കൊടുങ്ങല്ലൂരോ അല്ലെങ്കിൽ ഗുരുവായൂർ അടുത്ത് വരെ സബർബൻ ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം ആ റൂട്ടിലെ തിരക്കുകൾ കുറയും, എത്രത്തോളം ആ റൂട്ടിൽ ആക്സിഡൻസ് കുറയും. ഇപ്പോൾ ടൈമാവും ഒരു 45 minutes അല്ലെങ്കിൽ 1 hour എത്താവുന്ന ദൂരം. മുംബൈയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ട്രെയിൻ ഓടിയില്ലെങ്കിൽ എല്ലാം നിശ്ചലമാണ്. അതുപോലെ നമുക്കൊരു സബർബൻ സംവിധാനം ഇവിടെ ഒരുക്കി കൊണ്ടുവരണം. മെട്രോ എന്നൊക്കെ പറഞ്ഞാൽ പ്രാവർത്തികമാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, ഒരുപാട് ചിലവേറിയതാണ്. ഇതൊന്നുമല്ല, ഇപ്പോൾ ഉള്ള സർക്കാരുകൾ വിചാരിച്ചാൽ ആ പ്രൊജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോയാൽ വളരെ ഈസി ആയിട്ട് പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ സ്ഥലം ഏറ്റെടുക്കലൊക്കെ അന്ന് ഇപ്പോൾ അവിടെയൊക്കെ സ്ഥലത്തിന് ഭയങ്കര വില കുറവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്ന് പെട്ടെന്ന് റൂട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും, നമ്മളെ കൊണ്ട് അത് നടത്തിയെടുക്കാൻ സാധിക്കും. ഒരു 3 സബർബൻ, അതായത് എറണാകുളം ടു കോതമംഗലം അല്ലെങ്കിൽ എറണാകുളം ടു തൊടുപുഴ മൂവാറ്റുപുഴ അപ്പുറം വരെ. അപ്പോൾ തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷൻ വരെ തൃപ്പൂണിത്തുറ അങ്ങോട്ട് കിട്ടിയാൽ മതി. അതിൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും നമ്മൾ പറവൂർ കൊടുങ്ങല്ലൂർ ആ റൂട്ടിലേക്ക് ഒരു സബർബൻ സംവിധാനം എങ്ങനെ പ്രാവർത്തികമാക്കാം എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ സബർബൻ സംവിധാനം വന്നു കഴിഞ്ഞാൽ സിറ്റി ഡെവലപ്പാവും. അപ്പോൾ ഈ ചിരട്ടയിൽ നിന്നും വികസനമാവും. കൊച്ചി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒത്തിരി ഉള്ളൂ, ചെറിയൊരു പാത്രം പോലെ ഇരിക്കുന്നത്. ഇതിന് പുറത്തേക്ക് ആൾക്കാർ താമസിക്കാൻ തുടങ്ങും, എല്ലാ സ്ഥലത്തേക്കും ഡെവലപ്മെൻ്റ് എടുത്തും, എല്ലാ സ്റ്റേഷനുകളിലും ഡെവലപ്മെൻ്റ് ആവും, എല്ലാവർക്കും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും, ഒന്നല്ലെങ്കിൽ മറ്റു തലത്തിലേക്ക്. അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം. ഞാൻ അതാണ് ഇതിനകത്ത് പറഞ്ഞു വരുന്നത്. ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ മുംബൈയും എക്സ്പാൻഡ് ചെയ്ത് ഇവിടം വരെ ഇപ്പോൾ നവി മുംബൈയിൽ എയർപോർട്ട് വരെ വന്നു. പഴയ മുംബൈ ആണെങ്കിൽ അത്രയല്ലേ ഉണ്ടാവുള്ളൂ. അതുപോലെ കൊച്ചി ഡെവലപ്പ് ആവേണ്ട സമയം കഴിഞ്ഞു. അപ്പോൾ സബർബൻ ട്രെയിനിലേക്ക് നമുക്കൊന്ന് ചിന്തിക്കണം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ റൂട്ട് ഒന്ന് ചർച്ച ചെയ്യാം. ആരെങ്കിലും ചർച്ച ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടെങ്കിൽ ഉണ്ടാക്കി തന്നാൽ നമുക്ക് എല്ലാവർക്കും വേണ്ടി ചർച്ച ചെയ്യാം. കാരണം വന്നു കഴിഞ്ഞാൽ ആക്സിഡൻസ് കുറയും, ടൈം നമുക്ക് ലാഭിക്കാൻ പറ്റും, ആൾക്കാർ സിറ്റിക്ക് പുറത്തേക്ക് താമസിക്കാനുള്ള സൗകര്യം നോക്കും. അപ്പോൾ ഓട്ടോമാറ്റിക് അവിടെ ഡെവലപ്മെൻറ്റ് ഉണ്ടാവും, സ്കൂളുകൾ വരും, ഹോസ്പിറ്റലുകൾ വരും, എല്ലാം ഡെവലപ്പ് ആവും. സബർബൻ ട്രെയിൻ വളരെ മസ്റ്റാണ് അല്ലേ? നിങ്ങളും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കൂ. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.